നമസ്കാരം, അക്ഷയ കേരളത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ ലക്ഷക്കണക്കിന് റേഷൻ കാർഡ് ഉടമകൾക്ക് ഏറെ പ്രയോജനകരമായ ചില വിവരങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. പലപ്പോഴും നമ്മൾ സർക്കാർ പദ്ധതികൾ ഇല്ലെന്ന് പരാതിപ്പെടാറുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം എന്താണെന്ന് പരിശോധിച്ചാൽ ഓരോ വർഷവും പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും കോടിക്കണക്കിന് രൂപ വിവിധ ക്ഷേമ പദ്ധതികൾക്കായി മാറ്റിവെക്കുന്നുണ്ട്. പക്ഷേ വലിയൊരു വിഭാഗം ആളുകൾക്ക് ഈ പദ്ധതിയെക്കുറിച്ച് അറിയില്ല. അറിയാവുന്നവർ പോലും അപേക്ഷ സമർപ്പിക്കുന്നില്ല. അതുകൊണ്ട് അനുവദിച്ച തുക പലപ്പോഴും ഉപയോഗപ്പെടാതെ പോകുന്ന സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട്. ഈ വീഡിയോയിൽ വീട് വെക്കുന്നത്, വീടിന്റെ അറ്റകുറ്റപ്പണി, സ്റ്റുഡൻസിന് പഠന റൂം, അതുപോലെ കോഴി വളർത്താൻ, ആട്, അങ്ങനെ ഒരുപാട് പദ്ധതികൾ നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. സ്കോളർഷിപ്പ് മുതൽ ഒരുപാട് പദ്ധതികളെ കുറിച്ചും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക, വീഡിയോ മുഴുവനായും കാണുക. തൊഴിൽ സഹായത്തിനുള്ള ധനസഹായം, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ഇതിൽ ഏത് പദ്ധതിയാണ് ആവശ്യമെന്ന് കമന്റും ചെയ്യുക. അതുപോലെ തന്നെ ആദ്യം ഒരു കാര്യം വ്യക്തമാക്കാം, ഈ വീഡിയോ ഒരു പ്രത്യേക പഞ്ചായത്തിന്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ പദ്ധതി മാത്രമല്ല, കേരളത്തിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പൊതുവെ നടപ്പിലാക്കുന്ന പദ്ധതികളെ അടിസ്ഥാനമാക്കിയാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പഞ്ചായത്തിൽ ലഭ്യമായ പദ്ധതികളിൽ ചെറിയ വ്യത്യാസങ്ങൾ ചിലപ്പം ഉണ്ടാവാം. എന്നാൽ ഇവിടെ പറയുന്ന മിക്ക പദ്ധതികളും സംസ്ഥാനത്തെ ഭൂരിഭാഗം പഞ്ചായത്തുകളിലും ഏതെങ്കിലും രൂപത്തിൽ ലഭ്യമാണ്. പല സർക്കാർ പദ്ധതികളും കുടുംബത്തിന്റെ സാമൂഹിക സാമ്പത്തികമായ സ്ഥിതി പരിശോധിക്കേണ്ടതുണ്ട്. അതിനുള്ള അടിസ്ഥാന രേഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റേഷൻ കാർഡ്. റേഷൻ കാർഡ് കുടുംബത്തിന്റെ വിവരങ്ങൾ സർക്കാർ രേഖകളിൽ തെളിയിക്കുന്ന ഒരു പ്രധാന രേഖയാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നിരവധി പദ്ധതികളിൽ അപേക്ഷിക്കുമ്പോൾ റേഷൻ കാർഡ് നിർബന്ധമായി ആവശ്യപ്പെടുന്നുണ്ട്. പലരും കരുതുന്നത് മഞ്ഞ റേഷൻ കാർഡ് മാത്രം ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നാണ്. എന്നാൽ അത് പൂർണ്ണമായും ശരിയല്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ചില പദ്ധതികളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് മുൻഗണന ഉണ്ടാവും. എന്നാൽ നിരവധി പദ്ധതികളിൽ APL കുടുംബങ്ങൾക്കും അപേക്ഷിക്കാം. അതിനാൽ എനിക്ക് മഞ്ഞ കാർഡ് ഇല്ല, അതുകൊണ്ട് എനിക്ക് അർഹതയില്ല എന്ന് കരുതി ദയവ് ചെയ്ത് അപേക്ഷിക്കാതിരിക്കരുത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായും കാണുക എന്ന് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് വരാം, ഗ്രാമസഭ. കേരളത്തിലെ പലർക്കും ഗ്രാമസഭയുടെ പ്രാധാന്യം ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഒരു വാർഡിലെ ജനങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്ന ജനാധിപത്യ വേദിയാണ് ഗ്രാമസഭ. വികസന പദ്ധതികൾ ചർച്ച ചെയ്യുന്നതും ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതും പലപ്പോഴും ഗ്രാമസഭയിലൂടെയാണ്. പലരും ഗ്രാമസഭയിൽ പങ്കെടുക്കാറേ ഇല്ല, പിന്നീട് ആനുകൂല്യം ലഭിച്ചില്ലെന്ന് പരാതിപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഗ്രാമസഭ അറിയിപ്പുകൾ ശ്രദ്ധിക്കുക, സമയം കണ്ടെത്തി പങ്കെടുക്കുക. നിങ്ങളുടെ പേര് ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത അതിൽ വർദ്ധിക്കും. ഇനി ആദ്യത്തെ കാര്യം, ഇപ്പോൾ വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത്. പല പഞ്ചായത്തുകളിലും ഹരിതകർമ്മ സേന യൂസർ ഫീസ് കൃത്യമായി അടയ്ക്കുന്നവർക്ക് മുൻഗണന നൽകുന്ന പ്രവണത കാണുന്നുണ്ട്. കാരണം മാലിന്യ സംസ്കരണം ഓരോ കുടുംബത്തിന്റെയും ഉത്തരവാദിത്തമാണ്. ഫീസ് അടയ്ക്കാത്തവർക്ക് ചിലപ്പോൾ പദ്ധതികളിൽ മുൻഗണന നഷ്ടമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ യൂസർ ഫീ കുടിശ്ശിക ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഉണ്ടെങ്കിൽ എത്രയും വേഗം അത് തീർക്കുക. ഇത് ഭാവിയിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് സഹായകരമായി മാറും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന ഭാഗത്തിലേക്ക് കടക്കാം. 60 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർ ശ്രദ്ധിക്കുക. കേരളത്തിൽ വയോധികരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. പലരും ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്, പലർക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഈ സാഹചര്യത്തിൽ പഞ്ചായത്തുകൾ വിവിധ സഹായ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് കട്ടിൽ വിതരണമാണ്. കിടപ്പ് രോഗികൾക്ക് നല്ല നിലവാരമുള്ള കട്ടിൽ ലഭിക്കുന്നത് വലിയ ആശ്വാസമാണ്. പല കുടുംബങ്ങൾക്കും അത് വാങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അത്തരം കുടുംബങ്ങൾക്ക് പഞ്ചായത്ത് സഹായം ലഭിക്കാറുണ്ട്. അതുപോലെ കമ്പിളി പുതപ്പുകൾ, മലയോര പ്രദേശങ്ങളിലും തണുപ്പ് കൂടുതലുള്ള പ്രദേശങ്ങളിലും ഇത്തരം പദ്ധതികൾ വളരെ പ്രയോജനകരമാണ്. ഊന്നുവടി വിതരണം, നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് വലിയ സഹായമാണ്. ചെറിയ ഉപകരണം ജീവിത നിലവാരം തന്നെ മാറ്റിമറിക്കാറുണ്ട്. വീൽ ചെയർ വിതരണം, ഇത് പല കുടുംബങ്ങൾക്കും സാമ്പത്തിക ഭാരം കുറയ്ക്കുന്നുണ്ട്. കാരണം ഒരു നല്ല വീൽ ചെയറിന്റെ വില ആയിരക്കണക്കിന് രൂപ വരാം. പല പഞ്ചായത്തുകളിലും വീൽ ചെയർ ലഭിച്ച ശേഷം വീട്ടിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന മുതിർന്നവർ വീണ്ടും പുറത്തിറങ്ങാൻ തുടങ്ങിയ സംഭവങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ഉപകരണം മാത്രം ലഭിച്ചുകൊണ്ട് ഒരാളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താം. അതുകൊണ്ട് ഇത്തരം പദ്ധതികൾ നിസ്സാരമായി കാണരുത് ആരും. ഇപ്പോൾ അടുത്ത ഒരു കാര്യമാണ് വിദ്യാർത്ഥികൾക്കായി ലഭിക്കുന്ന ആനുകൂല്യങ്ങളെ കുറിച്ച് നമുക്ക് കുറച്ച് നോക്കാം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് പഠനം തുടരാൻ നിരവധി സഹായങ്ങൾ ലഭ്യമാണ്. സ്കോളർഷിപ്പ്, പഠനോപകരണങ്ങൾ, ലാപ്ടോപ്പ് പദ്ധതികൾ, സ്റ്റഡി ടേബിൾ, സ്റ്റഡി ചെയർ, പഠന മുറി നിർമ്മാണം. ചില പഞ്ചായത്തുകളിൽ പ്രത്യേക വിദ്യാഭ്യാസ പദ്ധതികളും ഉണ്ട്.
പല രക്ഷിതാക്കളും ഇതിനെക്കുറിച്ച് അറിയില്ല. അതുകൊണ്ട് വാർഡ് മെമ്പറോട് അന്വേഷിക്കുന്നത് വളരെ പ്രധാനമാണ്. വാർഡ് മെമ്പറെ ഒന്ന് നേരിട്ട് പോയി കാണുക. അടുത്ത കാര്യം, വീട്ടമ്മമാർ അറിയേണ്ട ഒരു പദ്ധതിയാണ്. വീട്ടിൽ നിന്ന് ചെറിയ വരുമാനം നേടാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് നിരവധി പദ്ധതികൾ ലഭ്യമാണ്. അതിൽ ഒന്നാമത്തെ കാര്യം ആട് വളർത്തൽ, കോഴി വളർത്തൽ, പച്ചക്കറി കൃഷി, കൂൺ കൃഷി, മൈക്രോ സംരംഭങ്ങൾ, അതുപോലെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ. ഇവ ഉൾപ്പെടുത്തി നിരവധി കുടുംബങ്ങൾ അധിക വരുമാനം കണ്ടെത്തുന്നുണ്ട്. ഇനി വീടിന്റെ മെയിൻ്റനൻസ് ധനസഹായം. കേരളത്തിലെ പല പഞ്ചായത്തുകളിലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് വീടിന്റെ അറ്റകുറ്റപ്പണിക്കായി ധനസഹായം അനുവദിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. പല വീടുകളും മഴക്കാലത്ത് മേൽക്കൂര ചോർന്നൊലിക്കുന്ന അവസ്ഥ കാണാറുണ്ട്. ചില വീടുകളിൽ ചുമരുകൾ പൊട്ടിയിരിക്കാം. ചില വീടുകളിൽ ശൗചാലയ സൗകര്യങ്ങൾ അപര്യാപ്തമായിരിക്കാം. ഇത്തരം സാഹചര്യങ്ങളിൽ പഞ്ചായത്ത് തലത്തിൽ അപേക്ഷ സ്വീകരിച്ച് പരിശോധന നടത്തിയ ശേഷം ധനസഹായം അനുവദിക്കുന്ന രീതിയാണ് പൊതുവെ പിന്തുടരുന്നത്. പലരും കരുതുന്നത് പുതിയ വീട് നിർമ്മിക്കുന്നവർക്ക് മാത്രമാണ് സഹായം ലഭിക്കുക എന്നതാണ്. എന്നാൽ യാഥാർത്ഥ്യത്തിൽ പഴയ വീടുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതികളും നിരവധി പഞ്ചായത്തുകളിൽ ലഭ്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ അറ്റകുറ്റപ്പണി ആവശ്യമായ സാഹചര്യം ഉണ്ടെങ്കിൽ വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ട് സംസാരിക്കുക. അത് വളരെ പ്രധാനമായ കാര്യമാണ്. ഇനി അടുത്തത് ശൗചാലയ നിർമ്മാണ സഹായം. ഇപ്പോൾ പോലും സംസ്ഥാനത്ത് ചില കുടുംബങ്ങൾക്ക് പൂർണ്ണമായ ശൗചാലയ സൗകര്യം ഇല്ലാത്ത സാഹചര്യങ്ങളുണ്ട്. അത്തരം കുടുംബങ്ങൾക്ക് ശൗചാലയ നിർമ്മാണത്തിനായി ബന്ധപ്പെട്ട സഹായ പദ്ധതികൾ ലഭ്യമാണ്. ഇവ പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രധാന പദ്ധതികൾ ആയതിനാൽ പലപ്പോഴും മുൻഗണന ലഭിക്കുന്ന ഒരു പദ്ധതിയുമാണ്. അതുകൊണ്ട് തന്നെ ഇതിനും നിങ്ങൾ പഞ്ചായത്തുമായി ബന്ധപ്പെടുക. ഇനി അടുത്തത് മൃഗപരിപാലന രംഗത്തെ വൻ അവസരങ്ങളാണ്. ഇപ്പോൾ വരുമാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പദ്ധതികളെ കുറിച്ച് നമുക്ക് നോക്കാം. ഗ്രാമപ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രയോജനപ്പെടുത്തുന്ന മേഖലയാണ് മൃഗപരിപാലനം. പശു വളർത്താനും, ആട് വളർത്താനും, മുട്ടക്കോഴി വളർത്താനും, താറാവ് വളർത്താനും, മുയൽ വളർത്താനും ഇതുപോലുള്ള നിരവധി പദ്ധതികൾ വിവിധ പഞ്ചായത്തുകൾ നടപ്പിലാക്കുന്നുണ്ട്. ചില പദ്ധതികളിൽ സബ്സിഡി ലഭിക്കും, ചില പദ്ധതികളിൽ പരിശീലനം ലഭിക്കും, ചില പദ്ധതികളിൽ യൂണിറ്റുകൾ നേരിട്ട് വിതരണം ചെയ്യുന്ന രീതിയുമുണ്ട്. ഇത് പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കും തൊഴിൽ അന്വേഷിക്കുന്ന യുവാക്കൾക്കും വലിയ അവസരമാണ്. 10 കോഴികളിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു ചെറുകിട യൂണിറ്റ് പോലും മാസത്തിൽ അധിക വരുമാനം നൽകാൻ കഴിയും. അതുപോലെ 2 ആടുകളുമായി ആരംഭിക്കുന്ന പദ്ധതി പിന്നീട് ചെറിയ ഒരു സംരംഭമായി വളരാനും സാധ്യതയുണ്ട്. ഇത്തരം പദ്ധതികളാണ് പഞ്ചായത്തുകൾ പ്രോത്സാഹിപ്പിക്കുന്നത്. അടുത്തത് തീറ്റപ്പുല്ല് കൃഷി. അതായത് പശു വളർത്തുന്ന കുടുംബങ്ങൾക്ക് തീറ്റയുടെ ചെലവ് വലിയൊരു ബാധ്യതയാണ്. ഇത് കുറയ്ക്കാൻ തീറ്റപ്പുല്ല് കൃഷിക്ക് വിവിധ സഹായങ്ങൾ ലഭ്യമാണ്. തൈകള്, വിത്തുകൾ, കൃഷി ഉപകരണങ്ങൾ, പരിശീലനങ്ങൾ ഇവ പലപ്പോഴും സൗജന്യമായോ സബ്സിഡിയോ കൂടെ ലഭിക്കുന്നുണ്ട്. അതേപോലെ ഇനി കേരള സർക്കാർ വർഷങ്ങളായി ജൈവ കൃഷിക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അതിന്റെ ഭാഗമായി പഞ്ചായത്തുകൾ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. പച്ചക്കറി വിത്തുകൾ, പച്ചക്കറി തൈകൾ, ജൈവവളങ്ങൾ, ഗ്രോ ബാഗുകൾ, മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റുകൾ, ബയോബിൻ ഇവയെല്ലാം ചില പഞ്ചായത്തുകളിൽ വിതരണം ചെയ്യാറുണ്ട്. ഇവയുടെ പ്രധാന ലക്ഷ്യം കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ ഭക്ഷ്യവിളകൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുക എന്നതാണ്. അടുക്കളത്തോട്ടം പദ്ധതി അടുത്ത ഒരു പദ്ധതിയാണ്. വീട്ടുമുറ്റത്ത് ചെറിയ തോതിൽ പച്ചക്കറി കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച അവസരമാണ്. വിപണിയിൽ പച്ചക്കറികളുടെ വില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സ്വന്തം വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ കുടുംബ ചെലവ് കുറയ്ക്കാനും സഹായിക്കും. അതുപോലെ അധികമായി ലഭിക്കുന്ന വിളകൾ വിറ്റ് ചെറിയ വരുമാനം കണ്ടെത്താനും സാധിക്കും. ഇനി ഭിന്നശേഷിക്കാർക്കുള്ള ഒരു പ്രത്യേക പദ്ധതികളാണ്. ഇപ്പോൾ ഭിന്നശേഷിക്കാർ പല പഞ്ചായത്തുകളിലും ഭിന്നശേഷിക്കാർക്കായിട്ട് പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അതിൽ വീൽ ചെയർ, ട്രൈസൈക്കിൾ, അതുപോലെ കേൾവി സഹായ ഉപകരണങ്ങൾ, കാഴ്ച വൈകല്യമുള്ളവർക്ക് ഉള്ള ഉപകരണങ്ങൾ, വിദ്യാഭ്യാസ സഹായങ്ങൾ, തൊഴിൽ പരിശീലന പദ്ധതികൾ, സ്വയം തൊഴിൽ പദ്ധതികൾ ഇതുപോലുള്ള നിരവധി ആനുകൂല്യങ്ങൾ ലഭ്യമാണ്. പക്ഷെ പലപ്പോഴും അർഹരായവർക്ക് പോലും ഈ വിവരം ലഭിക്കാറില്ല. അതുകൊണ്ട് ബന്ധപ്പെട്ട രേഖകൾ തയ്യാറാക്കി പഞ്ചായത്ത് ഓഫീസറുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ അന്വേഷിക്കുക. ഇനി അടുത്ത് കിടപ്പ് രോഗികൾക്കുള്ള സഹായമാണ്. കേരളത്തിൽ നിരവധി കുടുംബങ്ങൾ കിടപ്പ് രോഗികളെ പരിചരിക്കുന്നുണ്ട്. ഇത്തരം കുടുംബങ്ങൾക്ക് പ്രത്യേക സഹായ പദ്ധതികൾ ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ്. കട്ടിൽ, എയർബെഡ്, വീൽ ചെയർ, ഊന്നുവടി, മെഡിക്കൽ സഹായ ഉപകരണങ്ങൾ ഇവ കുടുംബത്തിന്റെ സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് ഈ കാര്യങ്ങളും അന്വേഷിക്കുക. ഇനി വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന കൂടുതൽ സഹായങ്ങളെ കുറിച്ച് നോക്കാം. ചില പഞ്ചായത്തുകളിൽ SSLC, +2 പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന പദ്ധതികളുണ്ട്. ചിലയിടങ്ങളിൽ പഠനോപകരണ കിറ്റുകൾ വിതരണം ചെയ്യും. ചിലയിടങ്ങളിൽ പഠനമുറി നിർമ്മാണത്തിന് ധനസഹായം നൽകുന്നുണ്ട്. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് ഒരു പ്രത്യേക സഹായ പദ്ധതികളും ഇതിന് ലഭിക്കുന്നുണ്ട്.
ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പാണ്. പല അപേക്ഷകളും ചില സാധാരണ കാരണങ്ങളിൽ നിരസിക്കപ്പെടാറുണ്ട്. ഒന്നാമതായി രേഖകളുടെ അപൂർണത, രണ്ടാമതായി തെറ്റായ വിവരങ്ങൾ, മൂന്നാമതായി അവസാന തീയതിക്ക് ശേഷം അപേക്ഷ നൽകുന്നത്, നാലാമതായി വാർഡ് തല പരിശോധനയിൽ അർഹത തെളിയിക്കാത്തത്, അഞ്ചാമതായി പഴയ കുടിശ്ശികകളും മറ്റു പ്രശ്നങ്ങളും. അതുകൊണ്ട് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് എല്ലാ രേഖകളും കൃത്യമായി പരിശോധിക്കുക. പലർക്കും വാർഡ് മെമ്പറുടെ പങ്ക് വ്യക്തമായി അറിയില്ല. ഒരു പദ്ധതിയുടെ വിവരം ആദ്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് പലപ്പോഴും വാർഡ് മെമ്പറാണ്. അതിനാൽ നിങ്ങളുടെ വാർഡിലെ ലഭ്യമായ പദ്ധതികളെ കുറിച്ച് അറിയാൻ ഏറ്റവും നല്ല മാർഗം വാർഡ് മെമ്പറുമായി നേരിട്ട് ബന്ധപ്പെടുക എന്നതാണ്. പലരും ചോദിക്കുക, എനിക്ക് ഇതുപോലെ ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് പലർക്കും ആനുകൂല്യം ലഭിക്കാതെ പോകുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിന് നിരവധി കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം വിവരങ്ങളുടെ അഭാവമാണ്. രണ്ടാമത്തെ കാര്യം, അത് പല കുടുംബങ്ങൾക്കും പ്രത്യേകിച്ച് പദ്ധതികളെ കുറിച്ചൊന്നും അറിയില്ല. അത് മെയിൻ ആയിട്ടുള്ള കാര്യം ഗ്രാമസഭയിൽ പങ്കെടുക്കാത്തത് തന്നെയാണ്. മൂന്നാമത്തെ കാരണം അപേക്ഷ സമർപ്പിക്കാത്തത്. നാലാമത്തെ കാരണം രേഖകൾ കൃത്യമായി തയ്യാറാക്കാത്തത്. അഞ്ചാമത്തെ കാരണം തെറ്റായ വിവരങ്ങൾ വിശ്വസിക്കുന്നതും. സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ വാർത്തകളും ശരിയാണെന്നില്ല. അതുകൊണ്ട് ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കുക. ഇനി ഇപ്പോൾ ഗ്രാമസഭയെ കുറിച്ച് വീണ്ടും പറയേണ്ടത് അത്യാവശ്യമാണ്. കാരണം നിരവധി പദ്ധതികളുടെ ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കുന്നത് ഗ്രാമസഭയിലാണ്. ഒരു വാർഡിൽ 100 അപേക്ഷകൾ ഉണ്ടെന്ന് കരുതുക. എന്നാൽ 20 പേർക്ക് മാത്രമേ ആ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. അപ്പോൾ മുൻഗണന നിശ്ചയിക്കുന്നതിൽ ഗ്രാമസഭയുടെ അഭിപ്രായം നിർണായകമാകും. അതുകൊണ്ട് ഗ്രാമസഭയിൽ പങ്കെടുക്കാത്തവർ പലപ്പോഴും പിന്നിലാകുന്നുണ്ട്. ഇപ്പോൾ സ്ത്രീകൾക്കായി ലഭ്യമായ ചില പ്രധാന അവസരങ്ങൾ നോക്കാം. കുടുംബശ്രീ മുഖേന വിവിധ തൊഴിൽ പദ്ധതികൾ, ചെറുകിട സംരംഭങ്ങൾക്കുള്ള സഹായം, സ്വയം തൊഴിൽ യൂണിറ്റുകൾ, ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾ, തയ്യൽ യൂണിറ്റുകൾ, ആട് വളർത്തൽ, കോഴി വളർത്തൽ, കൂൺ കൃഷി, പൂക്കൃഷി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇവയിൽ പലതിനും സബ്സിഡി ലഭിക്കുന്നുണ്ട്. പല വീട്ടമ്മമാരും ഇത്തരം പദ്ധതികൾ ഉപയോഗപ്പെടുത്തി കുടുംബ വരുമാനം വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്കും ഈ സഹായങ്ങൾ പഞ്ചായത്ത് വഴി നിങ്ങൾക്ക് അന്വേഷിക്കാം. ഈ യുവാക്കൾക്കുള്ളത് പറയാം. സ്വയം തൊഴിൽ പദ്ധതികൾ, സംരംഭകത്വ പരിശീലനങ്ങൾ, കാർഷിക സ്റ്റാർട്ടപ്പുകൾ, മൃഗപരിപാലന യൂണിറ്റുകൾ, ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ, ഡിജിറ്റൽ സേവന കേന്ദ്രങ്ങൾ, ഇവയെക്കുറിച്ചുള്ള വിവരങ്ങൾ പഞ്ചായത്ത് ഓഫീസുകളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. വാർഡ് മെമ്പറെ മെയിനായിട്ട് കാണുക. ഇനി മുതിർന്ന പൗരന്മാർ, 60 വയസ്സിന് മുകളിലുള്ളവർക്ക് പ്രത്യേക പരിഗണന ലഭിക്കുന്ന നിരവധി പദ്ധതികൾ പഞ്ചായത്ത് മുഖേന ലഭിക്കും. ചില പദ്ധതികളിൽ വയസ്സിനെ അടിസ്ഥാനമാക്കി മുൻഗണന നൽകുകയും ചെയ്യും. ചില പദ്ധതികളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കും കിടപ്പ് രോഗികൾക്കും പ്രത്യേക പരിഗണന ലഭിക്കും. അതുകൊണ്ട് മുതിർന്ന പൗരന്മാർക്ക് വാർഡ് മെമ്പറുമായി സ്ഥിരമായി ബന്ധം പുലർത്തേണ്ടത് നല്ലതാണ്. അതുപോലെ ഇപ്പോൾ ഒരു പ്രധാന മുന്നറിയിപ്പ് തരാം. റേഷൻ കാർഡിലെ വിവരങ്ങൾ കാലഹരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. ഉദാഹരണത്തിന് കുടുംബങ്ങളുടെ വിവരങ്ങൾ തെറ്റായിരിക്കാം, മരണപ്പെട്ടവരുടെ പേര് ഇപ്പോഴും കാർഡിൽ ഉണ്ടായിരിക്കാം, വിവാഹം കഴിഞ്ഞ് മറ്റൊരു കുടുംബത്തിലേക്ക് മാറിയവർ പേര് ഒഴിവാക്കിയിട്ടില്ലെങ്കിലും അതൊരു ബുദ്ധിമുട്ടാണ്. ഇത്തരം കാര്യങ്ങൾ സമയബന്ധിതമായി തിരുത്തുന്നത് ഭാവിയിലെ അപേക്ഷകൾക്ക് സഹായമായിരിക്കും. പല ആനുകൂല്യങ്ങളും നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് സജീവമാണോ എന്ന് ഉറപ്പാക്കുക. ആധാർ ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക. ഈ ചെറിയ കാര്യങ്ങൾ പോലും വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കും. അപേക്ഷ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അവസാന തീയതി കാത്തിരിക്കരുത്. എല്ലാ രേഖകളും മുൻകൂട്ടി തയ്യാറാക്കുക. അപേക്ഷയുടെ പകർപ്പ് സ്വീകരിക്കുക. ഫോൺ നമ്പർ കൃത്യമായി നൽകുക. വാർഡ് മെമ്പറുടെ ബന്ധം നിലനിർത്തുക. ഗ്രാമസഭയിൽ പങ്കെടുക്കുക. തെറ്റായ വിവരങ്ങൾ നൽകരുത്. ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കുക. അപേക്ഷ നൽകിയ ശേഷം അതിന്റെ സ്ഥിതി അന്വേഷിക്കുക. അർഹത ഉണ്ടെങ്കിൽ വീണ്ടും അപേക്ഷിക്കാൻ മടിക്കരുത്. പല ആളുകളുടെയും 1 വർഷം അപേക്ഷിച്ചിട്ടും ആനുകൂല്യം ലഭിക്കാത്തപ്പോൾ പിന്നെ ശ്രമിക്കാറില്ല. ഇത് വലിയ തെറ്റാണ്. കാരണം ഓരോ വർഷവും പുതിയ പദ്ധതികൾ വരുന്നുണ്ട്, പുതിയ ഫണ്ടുകൾ അനുവദിക്കുന്നുണ്ട്, പുതിയ ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കുന്നുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ തവണ ലഭിച്ചില്ല എന്ന കാരണത്താൽ ഇത്തവണയും ലഭിക്കില്ല എന്ന് കരുതരുത്. 2026 ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ചില മേഖലകൾ പറഞ്ഞുതരാം. മാലിന്യ സംസ്കരണം, ജൈവകൃഷി, പോഷക സമൃദ്ധമായ ഭക്ഷ്യോൽപാദനം, വയോജന സംരക്ഷണം, ഭിന്നശേഷിക്കാരുടെ ക്ഷേമം, സ്ത്രീ ശാക്തീകരണം, സ്വയം തൊഴിൽ, ഡിജിറ്റൽ സേവനങ്ങൾ. ഈ മേഖലയുമായി ബന്ധപ്പെട്ട പദ്ധതികളിൽ വരും മാസങ്ങളിൽ കൂടുതൽ പ്രാധാന്യം നേടാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് 60 വയസ്സ് കഴിഞ്ഞവർക്ക്. ഇപ്പോൾ ഒരു രസകരമായ കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. കുടുംബത്തിൽ ഒരു വിദ്യാർത്ഥി ഉണ്ടാവാം, മുതിർന്ന പൗരനുണ്ടാവും, കർഷകനുണ്ടാവും, ഭിന്നശേഷിക്കാരൻ ഒരു പക്ഷേ ഉണ്ടാവാം. വീടിന് അറ്റകുറ്റപ്പണി നിങ്ങൾക്ക് ആവശ്യമായിരിക്കാം. ഇങ്ങനെയാണെങ്കിൽ ഒരേ കുടുംബത്തിന് വിവിധ പദ്ധതികളുടെ നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്.
പക്ഷെ അതിന് വിവരങ്ങൾ അറിയുകയും അപേക്ഷ സമർപ്പിക്കുകയും വേണം. പ്രിയ പ്രേക്ഷകരെ, റേഷൻ കാർഡ് എന്നത് വെറും ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാനുള്ള രേഖ മാത്രമല്ല, അത് നിരവധി ക്ഷേമ പദ്ധതികളിലേക്കുള്ള ഒരു പ്രധാന പ്രവേശന കവാടമാണ്. പഞ്ചായത്ത് ഓഫീസിൽ ലഭിക്കുന്ന ഒരു ചെറിയ വിവരമോ ഗ്രാമസഭയിൽ കേൾക്കുന്ന ഒരു അറിയിപ്പോ നിങ്ങളുടെ കുടുംബത്തിന്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടായേക്കാം. അതുകൊണ്ട് ഗ്രാമസഭയിൽ നിർബന്ധമായും പങ്കെടുക്കുക, വാർഡ് മെമ്പറുമായി ബന്ധപ്പെടുക, പഞ്ചായത്ത് ഓഫീസിൽ അന്വേഷിക്കുക, അപേക്ഷകൾ സമയത്ത് കൊടുക്കുക, ലഭ്യമായ അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ വിവരങ്ങൾ ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വിവരം ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായി കാണുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ്സിനായി ബെല്ലൈക്കൻ ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ അടുത്ത പ്രധാന അപ്ഡേറ്റുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.